ഹെൽത്ത് സെൻ്ററിൽ പോവാണ്. സൗണ്ടില്ല, സൗണ്ടൊക്കെ പോയിട്ട് തൊണ്ടവേദനയാണ്. നമുക്ക് കൊടുവള്ളി ഹെൽത്ത് സെൻ്ററിലേക്ക്. ഓക്കെ, ഹലോ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി കേട്ടോ. അങ്ങനെ ഏതായാലും അങ്ങാടിയിലെത്തിയതാണ് സ്വയലിനെ കാണുന്നത്. ഓനോട് 2 മിനിറ്റ് വർത്താൻ പറഞ്ഞു വേഗം പോയി ഹെൽത്ത് സെൻ്ററിലേക്ക് തന്നെ. വേഗം കാണിച്ചിട്ട് തിരിച്ച് വരണം, വൈത്തിരി പോകേണ്ടിയുണ്ട്. അപ്പോൾ ആദ്യം ഷബീറും എന്നെയും കാത്ത് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നേരെ പോയി ഹെൽത്ത് സെൻ്ററിൽ ആൾ കുറവായിരുന്നു. പെട്ടെന്ന് കാണിച്ച് പെട്ടെന്ന് തന്നെ ഇറങ്ങി. അപ്പോൾ മരുന്നും വാങ്ങി. അപ്പോൾ ഇതാണിപ്പോൾ നമ്മളെ ഹെൽത്ത് സെൻ്റർ കേട്ടോ. അങ്ങനെ പുരലെത്തിയപ്പോഴാണ് ഒരു മനോഹരമായ കാഴ്ച. വണ്ടി തട്ടിത്തുടച്ച് ക്ലീൻ ചെയ്യുന്നത്. എന്താ കാര്യം ചോദിച്ചപ്പോൾ ഓക്കെ ഓളെ വല്യമ്മനെ കാണാൻ പോകണമെന്ന്. എന്നാൽ വേഗം വിട്ടോളാൻ പറഞ്ഞത്. നമ്മൾ പിന്നെ ഷബീറിൻ്റെ വണ്ടിയുണ്ടേ, അപ്പോൾ അതുമായിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ വേഗം ഗുളിക എടുത്ത് കുടിച്ച് നേരെ അങ്ങാടിയിലേക്ക് ഒറ്റപ്പെടുത്തും. ആദ്യ ഡയലോഗിന് കുറവല്ലാത്തതിനും കൊണ്ടേ ഞാൻ പാഞ്ഞ് അങ്ങാടിയിലെത്തിയപ്പോൾ ഓല് ഇവിടെ എത്തിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾക്ക് ഓല് എത്തിയിട്ടോ. ഇതാ അതാ മുമ്പിൽ കാൽമക്കാലൊക്കെ വെച്ചിരിക്കുന്നു. ഷബീർ അപ്പുറത്തുമുണ്ട്. നീ ഈ വണ്ടിയായിട്ടാണ് ഞങ്ങളിന്ന് വൈത്തിരിക്ക് പോണത്. ഒന്നുമില്ല, ഈ ഇരിക്കാൻ നല്ല സുഖമാണ്. ബാക്കിൽ കാലൊക്കെ നീട്ടി വെച്ച് ലാവിഷായിട്ട് ഇരുന്ന് അങ്ങനെ പോവാം. ആ ഒരു സുഖം വേറെ തന്നെ. അപ്പോൾ ഈ വണ്ടിയിൽ യാത്ര ചെയ്തോലൊക്കെ ഒന്ന് കമൻറ്റിൽ വരി. ഏതായാലും ഞങ്ങളിനി വൈത്തിരിക്ക് പോവുകയാണ്. ഞങ്ങളെ വർക്ക് സൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കയറണം. അവിടെ കുറച്ച് പണിക്കാരൊക്കെ ഉണ്ട്. ജസ്റ്റ് വിസിറ്റാണ്, വേറെ വലിയ പണികളൊന്നുമില്ല. കുറച്ച് ദിവസമായി അങ്ങോട്ട് പോയിട്ട് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ഏതായാലും വയനാട് ചുരം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വയനാട് എത്ര കയറിയാലും ഒരു മടുപ്പ് വരാത്തൊരു സ്ഥലമാണ്. എത്ര ചൂടത്താണെങ്കിൽ പോലും അവിടെ കുറച്ച് തണലത്ത് നിന്നുവെച്ചാൽ മതി, നല്ല തണുപ്പായിരിക്കും. അങ്ങനെ ഏതായാലും യാത്രയിൽ 2 മിനിറ്റ് സൈഡാക്കിയതാണ് വണ്ടി. അപ്പോഴേക്കും ആദാ ചാടി ഇറങ്ങി ഫോണുമായിട്ട്. ഞാൻ പിന്നെ ഫോണ് ഓഫാക്കല്ല, വീഡിയോ ഓണാക്കി എടുത്തിട്ടുണ്ടാകുക. അപ്പോൾ നമ്മളെ നോളജ് സിറ്റി ചുരത്തുനിന്ന് ഇങ്ങനെ കാണാൻ നല്ല രസമാണ്, അടിപൊളിയാണ്. അങ്ങനെ റെസ്റ്റും കഴിഞ്ഞ് പിന്നെയും യാത്ര തുടങ്ങിക്കിന്. അപ്പോഴാണ് ഒരു ട്രെയിലർ കയറിപ്പോണ്. നോക്കിയപ്പോൾ അജ്മീൻ്റെ. ഞാൻ ഫസ്റ്റ് ടൈമാണ് താമരശ്ശേരി ചുരം ട്രെയിലർ കയറിപ്പോകുന്നത് കാണുന്നത്. അപ്പോൾ നല്ല ഫാസ്റ്റായിട്ട് കയറിപ്പോകുന്നുണ്ട്. എനിക്ക് ഒന്ന് കാലി വണ്ടിയായിരിക്കും. അങ്ങനെ ഏകദേശം ഇപ്പോൾ വൈത്തിരി നമ്മളെ സൈറ്റിലേക്ക് എത്താനായിരിക്കും കേട്ടോ. നമ്മളെ സൈറ്റിലേക്ക് പോകുന്ന ഒരു ഏരിയയുള്ള ചെറിയ പോക്കറ്റ് റോഡാണ്. വൈത്തിരി ചുണ്ടൻ്റെ ഇടയിലായിട്ടാണ് നമ്മളെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ആ സൈറ്റിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ സൈറ്റ്. അങ്ങനെ ഇവിടെ കയറിയപ്പോഴാണ് നല്ല സ്മെല്ല്. നോക്കിയപ്പോൾ കാപ്പിച്ചെടീൻ്റെ പൂത്തെടുക്കണത്. ഇത് 1 ദിവസം 2 ദിവസമേ നിൽക്കും കേട്ടോ. ആ ദിവസങ്ങൾ നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളെ വർക്ക് നടന്നുകൊടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് 2 മാസം 3 മാസത്തിനുള്ളിൽ പണി തീർക്കണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.